നരേന്ദ്രമോദിയുടെ വരവിനെയും മോഡിയുടെ ഗ്യാരണ്ടിയെയും കേരളത്തിലെ രണ്ട് മുന്നണികളും വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കേരളമെന്ന് പറഞ്ഞാൽ കാസർഗോഡും കോഴിക്കോടും മലപ്പുറവും മാത്രമല്ല, അതിനപ്പുറത്തും ചില ജില്ലകളുണ്ട്. കഴിഞ്ഞ മാസം ആരംഭിച്ചിട്ടുള്ള യാത്ര ഈ മാസം 27-നാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സംബന്ധിക്കും. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 3-ാമത്തെ പ്രാവശ്യമാണ് കേരളം സന്ദർശിക്കുന്നത്. ഈ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോഴും കേരളത്തിൻ്റെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാൻ എല്ലാ സന്ദർഭത്തിലും അദ്ദേഹം പ്രാധാന്യം കൊടുക്കാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വരവിലും പ്രഖ്യാപിക്കാറുണ്ട്, അല്ലാത്ത സന്ദർഭങ്ങളിലും അദ്ദേഹം പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള ഒരു വലിയ കൺസേണാണ് ഇതിലെല്ലാം കാണുന്നത്. 2 മാസത്തിനിടയിൽ 3 പ്രാവശ്യം ഒരു സംസ്ഥാനം സന്ദർശിക്കുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ്. അത്തരമൊരു അപൂർവത, അങ്ങനെയൊരു സൗഭാഗ്യം കേരളത്തിന് കിട്ടിയിട്ടുള്ളതും കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ്. അതുകൊണ്ട് ഈ പദയാത്രയിൽ ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് പുതിയ കേരളം എന്നുള്ളതാണ്, മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഈ രണ്ടും കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പദയാത്രയുടെ സന്ദേശം പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും അത് കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഗുണകരമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് റിപ്പോർട്ടും അത്തരത്തിലുള്ളതാണ്. നരേന്ദ്രമോദിയുടെ വരവിനെയും മോഡിയുടെ ഗ്യാരണ്ടിയെയും കേരളത്തിലെ രണ്ട് മുന്നണികളും വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ആവർത്തിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരായി വിമർശനം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും കൃത്യമായിട്ടറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് 10 വർഷക്കാലത്തെ മോഡി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്. മോഡി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ മറികടക്കാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിയില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. ഈ മോഡി വിരുദ്ധ സഖ്യത്തിന് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. 2019 റിസൾട്ടുമായി കമ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ചലനമുണ്ടാക്കാൻ സാധിക്കുന്നത് CPM-നും കോൺഗ്രസിനുമുള്ള സ്വാധീനത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കേരളമാണ് എന്ന് INDA നേതൃത്വത്തിന് നന്നായിട്ടറിയാം. പക്ഷെ കേരളത്തിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ജനവികാരത്തെ സാധാരണ രാഷ്ട്രീയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്നുകൊണ്ട്
രണ്ട് മുന്നണികളും സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് പിന്നാലെ പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ പ്രാവശ്യം വളരെ പച്ചയായ രീതിയിൽ സംഘടിത മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി രാഷ്ട്രീയത്തിലെ എല്ലാ സാമാന്യ രീതികളും മറികടന്നുകൊണ്ട് മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നുള്ള വലിയ വ്യഗ്രതയിലാണ് LDFും ഉള്ളത്, UDFും ഉള്ളത്. അതിനുവേണ്ടി മുന്നണിയെക്കുറിച്ചും തങ്ങളുടെ നിലപാടുകളൊക്കെ ഇവർ മറക്കുകയാണ്. മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം സംഘടിത ശക്തിയുടെ പാർട്ടി, മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ലല്ലോ വിളിക്കേണ്ടത്, അത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള രൂപമാണ്. ആ മുസ്ലിം സാമുദായിക സംഘടിത ശക്തിക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള ചർച്ച. മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും അംഗീകരിക്കുകയാണ്. ആകെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള പ്രശ്നം ഏത് സീറ്റ് കൊടുക്കുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സംഘടിതമായിട്ടുള്ള അവകാശവാദത്തിന് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നത്? നേരത്തെ ഇതേപോലെയുള്ളൊരു സമ്മർദ്ദം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളതാണ്. അന്ന് 5ാം മന്ത്രിസ്ഥാനത്തിനു വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള വിലപേശലും ആ വിലപേശലിനൊടുവിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയതും കേരളത്തിൽ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സമാനമായ രീതിയിൽ തങ്ങളില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും പാർലമെന്റിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു ചിന്തയാണ് അവർ കോൺഗ്രസ് നേതൃത്വമായിട്ട് വിലപേശുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സഹായമാണ്. മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. ആ ഒരു വസ്തുതയുടെ പിൻബലത്തിലാണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി വിലപേശുന്നത്. ഞങ്ങളുടെ ചോദ്യം, കോൺഗ്രസ് നേതൃത്വം ഈ വിലപേശലിന് മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മുസ്ലിം സാമുദായിക ശക്തിയുടെ പിൻബലമില്ല എങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മേൽവിലാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുകയാണ്. കോൺഗ്രസ് പഴയ ചരിത്രമൊക്കെ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ലീഗിൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത് എന്ന് കേരളത്തിലെ കോൺഗ്രസിനെ ആദ്യം ഉപദേശിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ലീഗിനെ ചത്തകുതിര എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. ആ ചത്തകുതിരയെ പിന്നെ പടക്കുതിരയാക്കി മാറ്റിയത് പിന്നീടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. അതിൻ്റെ തിക്തഫലം കോൺഗ്രസ് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് ശ്രീമാൻ AK ആന്റണിക്ക് തുറന്നു പറയേണ്ടി വന്നിട്ടുള്ളത്, സംഘടിതമായിട്ടുള്ള ഈ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അത് കേരളത്തിലെ സാമുദായിക സന്തുലിതാവസ്ഥ അപകടപ്പെടുത്തുന്നതാണ് എന്ന് ആന്റണിയെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത് ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കുക എന്നുകൊണ്ടാണ്. ഇന്ന് കോൺഗ്രസ് നേതൃത്വം അത് ആവർത്തിക്കുകയാണ്. കോൺഗ്രസ് സ്വന്തം പാർട്ടി അണികളോടും സ്വന്തം സംഘടനയോടും ചെയ്യുന്ന അങ്ങേയറ്റത്തെ വഞ്ചനയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. രസകരമായിട്ടുള്ളൊരു വസ്തുത, ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസുമായിട്ടും CPM-ആയിട്ടും വിലപേശുകയാണ്. മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം CPM-നുണ്ട്. LDFിൻ്റെ കൺവീനർ ഇന്ന് തുറന്നു പറഞ്ഞു. അവർക്ക് കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നും അവർക്കത് അർഹതപ്പെട്ടതാണ് എന്നും
അവർ തങ്ങളുടെ കൂടെയാണ് വരേണ്ടത് എന്നിപ്പോൾ LDF-ൻ്റെ കൺവീനർ പറയുകയുണ്ടായി. അപ്പം ഒരു സംഘടിത മതസമുദായത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനൊരു സംഘടിത വോട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികളോടും ഒരേപോലെ വിലപേശുന്ന അങ്ങേയറ്റം നാണംകെട്ട രാഷ്ട്രീയം സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിനോട് എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം, CPI നേതൃത്വം ഇത്തരമൊരു സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ആ പാർട്ടിയിലെ അണികളെങ്കിലും ആലോചിക്കണം. CPM-ഉം കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലബാറിലെ 3-4 ജില്ലകൾ മാത്രമല്ല കേരളം എന്നവർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള സമൂഹവും കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CPM മനസ്സിലാക്കണം, കോൺഗ്രസും മനസ്സിലാക്കണം, കേരളം എന്ന് പറഞ്ഞാൽ കാസർഗോഡും കോഴിക്കോടും മലപ്പുറവും മാത്രമല്ല, അതിനപ്പുറത്തും ചില ജില്ലകളുണ്ട്. മുസ്ലിം സംഘടിത സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ എല്ലാ നാണവും മറന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ തയ്യാറാകുന്ന കേരളത്തിലെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ മറ്റു സമൂഹങ്ങൾക്കും വോട്ടുണ്ട്, അവരുടെ വോട്ടിന് വിലയുണ്ട്. ലീഗിൻ്റെ തിണ്ണമടക്കും ലീഗിൻ്റെ തൻപ്രമാണിത്വത്തിൻ്റെയും മുമ്പിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല വോട്ടുള്ളത്, കേരളത്തിലെ മറ്റു സമൂഹങ്ങൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും വോട്ടുണ്ട് എന്ന് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം തിരിച്ചറിയുന്നതാണ്. ഏറ്റവും ചുരുക്കം അവരുടെ അണികളെങ്കിലും ആ കാര്യം തിരിച്ചറിയണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം കേരളത്തിന് ഗുണകരമാകില്ല എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.